ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പതിവ് പോലെ സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ഒരു ഓട്സ് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ക്യാരറ്റ്, തക്കാളി, ക്യാപ്സിക്കം, ഒരു പച്ചമുളക്, പിന്നെ നമ്മുടെ കയ്യിൽ ഏത് വെജിറ്റബിൾ ഉണ്ടെങ്കിലും നമുക്ക് ചേർക്കാം കേട്ടോ. ബീൻസ് ചേർക്കാം, അതുപോലെ തന്നെ കോളിഫ്ലവർ ചേർക്കാം. അപ്പോൾ അതൊക്കെ അവനവൻ്റെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തുകൊണ്ട് വരണം. അപ്പോൾ ഞാനത് ചെറുതായിട്ടെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് പോകാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റൗവിലേക്ക് നമുക്ക് പാൻ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പാൻ വെച്ചതിന് ശേഷം പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെജിറ്റബിൾ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഉപ്പുമാവിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഒരു 1/2 ഗ്ലാസ്സോളം വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരുപാടൊന്നും വേവില്ല. ക്യാരറ്റൊക്കെ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. ക്യാപ്സിക്കമൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണല്ലോ. അപ്പോൾ ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മളൊരു 5 മിനിറ്റ് നമ്മളൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടൊന്നും വെന്തൊന്നും ഉടഞ്ഞു പോകണ്ട. ഒരു 5 മിനിറ്റാണ് ഞാൻ കറക്റ്റ് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് നമുക്കൊരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലിലൊന്ന് പോയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെന്തൊന്നും ഉടഞ്ഞിട്ടില്ല. നമ്മുടെ കറക്റ്റ് പാകത്തിന് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഉപ്പുമാവ് കഴിക്കുമ്പോൾ നമ്മുടെ ക്യാരറ്റൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടണം കേട്ടോ, ആ ഒരു പരുവത്തിൽ. അപ്പോൾ ഇതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ഓട്സ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 കപ്പ് ഓട്സാണ് ചേർത്തേക്കണത്. അപ്പോൾ നമ്മൾ ഓട്സ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. പിന്നെ നമ്മുടെ ഉപ്പുമാവിന് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് ഈ സമയത്ത് നോക്കാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളൊന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറവാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഈ ഒരു പരുവത്തിന് നമുക്ക് ഉപ്പിടാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു 1.5 കപ്പോളം വെള്ളം ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതൊന്ന് നമുക്ക് കൂട്ടിയൊന്ന് വെച്ച് നമ്മളൊന്ന് ആവി കയറ്റിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനൊരു 5 മിനിറ്റ് 10 മിനിറ്റ് എടുത്തിട്ടില്ല, ഒരു 5 മിനിറ്റ് അതിൽ ഒരു അല്പം കൂടുതൽ സമയം ഞാനിതൊന്ന് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് ഒന്ന് നമുക്ക് ഇളക്കി നോക്കാം കേട്ടോ, നമ്മുടെ കറക്റ്റ് പാകത്തിന് എത്തിയിട്ടുണ്ടോയെന്നേ. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളിതിൻ്റെ കട്ടയൊക്കെ ഒന്ന് നന്നായിട്ട് നമ്മൾ ഉടച്ചു കൊടുക്കണം. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കണം കേട്ടോ. കൂട്ടി വെച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ കട്ടയൊക്കെ എല്ലാം ഒന്ന് നമുക്ക് ഉടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.